നമസ്കാരം. ബി.ഡി. സവർക്കർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് പ്രശസ്ത പത്രപ്രവർത്തകനും ഒപ്പം തന്നെ എഴുത്തുകാരനുമായിട്ടുള്ള അരുൺ ഷൂരിയുടെ പുതിയൊരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തെക്കുറിച്ചും ഒപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ചുമൊക്കെ സവർക്കർ പറഞ്ഞത് നുണകൾ പറഞ്ഞു പരത്തുകയാണ് എന്നുള്ള ആരോപണമാണ് അരുൺ ഷൂരി. ആനുകൂല്യങ്ങൾക്കായിട്ട് ബ്രിട്ടീഷുകാരോട് യാചിച്ചുവെന്നും കൂടി അരുൺ ഷൂരി തൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് കരൺ ഥാപ്പറുമായി നടത്തിയ ചർച്ചയ്ക്കിടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. 1908 ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ ഗാന്ധിയും താനും സുഹൃത്തുക്കളെപ്പോലെ കഴിഞ്ഞുവെന്ന് സവർക്കർ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇത് പച്ചക്കള്ളമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി ആ സമയത്ത് ലണ്ടൻ നഗരത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഷൂരി ചൂണ്ടിക്കാട്ടുകയാണ്. ഏതൊരാളെയും ഗാന്ധി അഭിസംബോധന ചെയ്യാറുള്ളത് സുഹൃത്തെ എന്നാണ്. ഹിറ്റ്ലർക്ക് പോലും അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ എന്നാണ് അഭിസംബോധന ചെയ്തത് എന്നാണ്, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ടും ഇക്കാര്യത്തിൽ സംശയിക്കുന്നവർ സവർക്കർ പലപ്പോഴും ഗാന്ധിക്ക് നൽകിയിട്ടുള്ള വിശേഷണങ്ങൾ അത് പരിശോധിച്ചാൽ അത് തീർന്നു കിട്ടും എന്നുകൂടി ഷൂരി പറയുകയാണ്. സഞ്ചരിക്കുന്ന പ്ലേഗ് എന്നും തലയ്ക്ക് വെളിവില്ല എന്നുമാണ് പലപ്പോഴും സവർക്കർ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ തൻ്റെ പുസ്തകത്തിൽ 2 പേജുകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുകൂടി ഷൂരി സൂചിപ്പിക്കുകയാണ്. ഇതുപോലെയാണ് സവർക്കർ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ബോസിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും പലപ്പോഴും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ആണ് ഈ സവർക്കർ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനും ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുവാനും ഇന്ത്യയുടെ സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും താൻ ബോസിന് ഉപദേശം നൽകിയെന്നാണ് സവർക്കർ പറഞ്ഞിരുന്നത്. സവർക്കർ ഒരിക്കലും പശുവിനെ ആരാധിച്ചിരുന്നില്ല. നായ, പൂച്ച, പട്ടി, കഴുത തുടങ്ങിയ മൃഗങ്ങളെപ്പോലെയാണ് അദ്ദേഹം പശുവിനെയും കണ്ടിരുന്നത് എന്നാണ്. പശുവിൻ്റെ മൂത്രവും ചാണകവും ഭക്ഷിച്ചാൽ പാപം മുഴുവൻ ഇല്ലാതാകുമെന്നും രോഗങ്ങൾ മാറുമെന്നുമാണ് ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസം. പശുമാംസം ഭക്ഷിക്കുന്നതിനെപ്പോലും സവർക്കർ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ്. പന്നിയിറച്ചി കഴിക്കുന്നതും അതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നു. ഷൂരി വിശദീകരിക്കുന്നു. സവർക്കറെ തുറന്നു കാട്ടുകയാണ് പുസ്തകത്തിലൂടെ താൻ ലക്ഷ്യമിടുന്നത് എന്ന് അരുൺ ഷൂരി വ്യക്തമാക്കുകയാണ്. വലിയ പഠനങ്ങൾക്കൊന്നും മിനക്കെടാതെ തന്നെ പ്രസ്താവനകൾ മാത്രം പരിശോധിച്ചാൽ തന്നെ സവർക്കറുടെ യഥാർത്ഥ ചിത്രങ്ങൾ, വാദങ്ങളെല്ലാം നുണകളാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് കൂടി ഷൂരി പറയുന്നു. ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ സവർക്കറുടെ അനുയായികൾ വേട്ടയാടുമെന്ന് നിങ്ങൾ ഭയന്നേക്കാം. എന്നാൽ കെട്ടിച്ചമച്ച എല്ലാ കാര്യങ്ങൾക്കും മീതെ സത്യം തെളിഞ്ഞു നിൽക്കുകയാണ് എന്ന് ഷൂരി പറയുന്നു. സവർക്കറെക്കുറിച്ച് ആളുകൾക്ക് പല സംശയങ്ങളുമുണ്ട്. അദ്ദേഹം പശുവിനെ ആരാധിച്ചിരുന്നോ, അതോ സാധാരണ മൃഗത്തെപ്പോലെയാണോ അദ്ദേഹം അതിനെ കണ്ടത്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയിരുന്നോ, അതോ അവരെ പ്രീണിപ്പിക്കുവാനാണോ അദ്ദേഹം ശ്രമിച്ചത്? എന്നിങ്ങനെ നിരവധി സംഭവങ്ങൾ. ഉടൻ പുറത്തിറങ്ങുന്ന ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് തൻ്റെ പുസ്തകത്തിലൂടെ അതിനെല്ലാം വിശദമായിട്ടുള്ള ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് അരുൺ ഷൂരി വ്യക്തമാക്കുന്നത്. സവർക്കറുടെ അനുയായികളെ ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം തന്നെ വിമർശകരെ അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള വിവരങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത് എന്നുകൂടി അരുൺ ഷൂരി പറയുകയാണ്. ഈ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളുകൂടിയാണ് അരുൺ ഷൂരി എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര കൃത്യമായാണ് സവർക്കറെക്കുറിച്ച് പറയുവാൻ മുതിരുന്നത് എന്നുള്ളതാണ്. ബി.ഡി. സവർക്കർക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഷൂരി മുന്നോട്ട് വെക്കുന്നത്. അരുൺ ഷൂരിയുടെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് സത്യമാണെങ്കിൽ ബി.ഡി. സവർക്കർ പറഞ്ഞതെല്ലാം നുണകളാണ്.